മമ്മ അങ്ങനെ ചെയ്യാം. ഓക്കെ, ഐ വിൽ കോൾ യു ബാക്ക്. ഓക്കെ. എന്താ മോളെ? എനിക്കൊരു കുറച്ച് കാശിന് അത്യാവശ്യം ഉണ്ടായിരുന്നു. എനിക്ക് ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് പർച്ചേസിങ്ങിന് പോകണമായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് കാശിന് അത്യാവശ്യം ഉണ്ടായിരുന്നു. ഓ നോ, എൻ്റെ കയ്യിലിപ്പോൾ ഒരു 5000 റുപ്പീസേ ഉള്ളൂ. അത് മതിയാവില്ലല്ലോ? ഓ ഗോഡ്, 5000ഓ? മമ്മ ഒരു കാര്യം ചെയ്യ്, എനിക്കൊരു 5000 കൂടെ ഗൂഗിൾ പേ ചെയ്തേക്ക്. ഓക്കെ. ഓക്കെ, എന്നാൽ ഞാൻ ഗൂഗിൾ പേ ചെയ്തേക്കാം 5000. ഓക്കെ, 5000 മമ്മ എടുത്തിട്ട് വരാം. മമ്മി പൈസ കാശ. 50 രൂപയോ? ഇതെന്തിനു തികയാനാ? പോരായോ നോക്ക്? ഇവിടെ അടിച്ചു വെച്ചേക്കോ ദിവസം ഞാൻ പൈസ തരാൻ വേണ്ടിയിട്ട്. അത് 50 രൂപ ഉണ്ട്. 50 രൂപ ധാരാളമാണ്. ഇത് 50 രൂപ ഇന്ന് മാത്രമല്ല, ഇന്ന് നാളെ മറ്റന്നാളൊക്കെ ഞാൻ 10 രൂപ വെച്ചിട്ടേ തരത്തുള്ളൂ. അങ്ങോട്ട് അവിടെ വരെ ചെല്ലാൻ 10 രൂപ മതിയല്ലോ കോളേജ് വരെ ചെല്ലാൻ. ഞാൻ നാളെ മറ്റന്നാൾ 10 രൂപ വെച്ചിട്ടേ തരത്തുള്ളൂ. ഈ 50 രൂപയ്ക്കകത്ത് ഇന്നത്തെ റിസീവിങ് കഴിഞ്ഞ് ബാക്കി 40 രൂപ. അത് മോളം അടിച്ച് ചോദിച്ചാൽ മതി. അല്ലേ ഇവിടെ ഓരോന്നും സ്വരുക്കൂട്ടി വെച്ചിട്ട് കണ്ടാൽ മതി. പൊടിപ്പാട്ടയിലും പൊടിപ്പാട്ടയിലും ഒക്കെ വെച്ചിട്ടാണ് 10 രൂപയുടെ സേവ്. അത് കൂടുതൽ വേണം. പോകാൻ നോക്ക് മര്യാദയ്ക്ക്. സമയം ഒരുപാടായി. ശരിയെന്നാ, ഞാൻ പോയിട്ട് വരാം. മോളെ, വൈ ആർ യു ലേറ്റ്? മമ്മ കുറേ പ്രാവശ്യം കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു, കോള് കിട്ടുന്നില്ലായിരുന്നു. ഞാൻ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ താമസിച്ച് വരുന്നത്. എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു, ഞങ്ങൾ അതിന് പോയി. കുറച്ച് ലേറ്റായി. പിന്നെ എൻ്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയായിരുന്നു. പിന്നെ ഇത് ഞാൻ ആദ്യമായിട്ടല്ലല്ലോ എൻ്റെ മമ്മി ഇതിങ്ങനെ ചോദിക്കാൻ വേണ്ടിയിട്ട്. ഞാനിതൊന്നും ആദ്യമായിട്ടല്ലല്ലോ. ശരി മമ്മ, ഞാൻ നല്ല ടയേർഡാണ്, ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഓക്കെ. സമയം നോക്കുമ്പോൾ 7:30 മണിയായി. എവിടെയായിരുന്നു ഇത്ര നേരം? എന്നിട്ട് ആ കുന്ത്രാണ്ട് എന്തൊക്കെ അടിയാണ് വാങ്ങിച്ചു തന്നേക്കുന്നത്? പിന്നെ എത്ര പ്രാവശ്യം എൻ്റെ ആ കുന്ത്രാണ്ടത്തിലോട് വിളിച്ചെന്നറിയാം. ഒന്ന് എടുത്താലും നിങ്ങൾ താമസിക്കുന്നതൊന്ന് വിളിച്ച് പറയാലോ. എനിക്ക് കൊണ്ടൊരു സാധാരണ വിളിച്ച് പറയാലോ. എത്ര പെട്ടെന്ന് ഞാൻ വിളിച്ചു. നീ എന്ത് ശരിയാക്കി തരുന്നുണ്ട് എൻ്റെ കണക്കാണ്. നീ എവിടെ പോയി ഇത്ര നേരം? സമയം 7:30 ആയല്ലോ. കോളേജ് വിട്ടപ്പോൾ അത്യാവശ്യം ലേറ്റ് ആയിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായിട്ടൊന്ന് ചെറിയൊരു ജ്യൂസ് കുടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ താമസിച്ചു. എൻ്റെ ഫോണാണെങ്കിൽ മൊത്തം ചാർജും തീർന്നു. പിന്നെ എനിക്ക് വിളിക്കാൻ പറ്റില്ല. പ്ലീസ് പ്ലീസ് പ്ലീസ്. ഞാൻ പോയി വിളിച്ചു. ശരി, ഞാൻ ചായ എടുത്ത് വയ്ക്കാം. ഞാൻ എൻ്റെ ഡയമണ്ടിൻ്റെ റിങ് കണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഡാഡി എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നത്. കുറച്ച് നേരം മുമ്പ് വരെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാനത് ബാത്റൂമിൽ ഊരി വെച്ചിട്ടുണ്ടായിരുന്നു. അത് മോള് എവിടെയെങ്കിലും പോയതാവും. അതോർത്ത് വിഷമിക്കണ്ട. അത് ഞാൻ പപ്പയെ വിളിച്ചിട്ട് പറയാം. അതുപോലെ ഒരെണ്ണം കൂടെ അതെനിക്ക് തോന്നുന്നു പപ്പ ലണ്ടനിൽ നിന്ന് മറ്റോ ആണെന്ന് തോന്നുന്നു കൊണ്ടുവന്നത്. ഞാൻ എന്തായാലും പപ്പയെ കോണ്ടാക്ട് ചെയ്തിട്ട് പറയാം അതുപോലെ ഒരെണ്ണം കൂടെ കൊണ്ടുവരാൻ. അതോർത്ത് വിഷമിക്കണ്ട, ഇതൊക്കെ ഇത്രയല്ലേ ഉള്ളൂ. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ എന്ത് ചെയ്യാനാ, പോയത് പോയി. ഇനിയിപ്പോൾ അതോർത്ത് വിഷമിക്കണ്ട. ഇനിയിപ്പോൾ ഒരെണ്ണം വിളിച്ച് പറയാം. ഓക്കെ. അയ്യോ, ഇനി എൻ്റെ കുറച്ച് മുമ്പ് വരെ എൻ്റെ കാതിലുണ്ടായിരുന്നു. പക്ഷെ എന്ത് ഈ ഇടത്തേക്ക് അതിന് കമ്മലിൻ്റെ ആണില്ല. അതും കളഞ്ഞു കൊണ്ടിട്ടാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ കൈ കിടന്ന ബ്രേസ്ലെറ്റിൻ്റെ കൊളുത്ത് കൊണ്ട് കളഞ്ഞത്. എല്ലാ സാധനവും നശിപ്പിക്കാനുണ്ടായിരുന്നു. എന്തിനാണ് ഇത് ഇങ്ങനെ സ്വർണ്ണം? നിങ്ങൾക്ക് പറ്റത്തില്ലെങ്കിൽ കയ്യിലൊക്കെ കൊടുക്കണം, നിങ്ങൾ കൊടുത്താൽ ഞാൻ കൊണ്ട് വെച്ചോളാം. ഒരു 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 പോയിന്റ് നിനക്ക് വാങ്ങിച്ചിട്ട് തരാൻ പറ്റത്തില്ലല്ലോ. എല്ലാം കൊണ്ട് കളച്ചിലാണ് എല്ലാം. അപ്പം അവനിപ്പോൾ എത്ര വിലയെന്നറിയാമോ? 50,000 കഴിഞ്ഞു. 50,000 ഇവിടെ അടിക്കുന്നില്ല. ലോട്ടറി ഒന്നും ഇവിടെ അടിക്കുന്നില്ല.
ചെയ്യുന്നത് അവിടെ ഞാൻ നോക്കട്ടെ, കിട്ടിയില്ലെങ്കിൽ ഞാൻ നിനക്ക് തരാം. അല്ലുമ്മ കുറച്ച് നേരം മുമ്പ് എൻ്റെ കാതിൽ